വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് ഈ സ്കൂളിലെ ടൈം ടേബിളിന്റെ ഒക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങൾ കുറച്ച് ദിവസം ഞാൻ പറയുന്ന രീതിയിൽ ഒന്ന് പഠിച്ചു നോക്കുക അല്ലെ. നമ്മൾ ഇത്രയും കാലം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് പഠിച്ചു നോക്കിയതല്ലേ. ഓക്കെ, അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, മധ്യകാല ഇന്ത്യയെ കുറിച്ച് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള ഏത് ചാപ്റ്റർ പഠിക്കും? അതെ, ഈ കാണുന്ന ഓരോരുത്തർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ ഉത്തരം കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താണ് ഉത്തരം എന്ന് പറയുന്നത്? 6ാം ക്ലാസ്സിലെ പാഠം 1 മധ്യകാല ചരിത്രം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്ത് മധ്യകാലത്തെ കുറിച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഓരോ ഭാഗങ്ങളിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലിയർ ആയിട്ട് വരച്ചിരിക്കുന്ന ഭാഗങ്ങളുണ്ട്. കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി. അപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾക്ക് ഓരോ ദിവസം ഞാൻ ഓരോ ഭാഗങ്ങൾ തരാം. ആദ്യം നമ്മൾ ഇന്ന് ഒരു ദിവസത്തേക്കുള്ള ടൈം ടേബിൾ ആണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഹാർഡ് വർക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എന്നാൽ മാത്രം നമ്മൾ ഇതിന്റെ തുടർ പോർഷൻസുകൾ അപ്ലോഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഈ ഒരൊറ്റ എഫേർട്ട് ഈ പ്രാവശ്യത്തോടുകൂടി മാത്രമായിട്ട് ഞാൻ നിർത്തുന്നതാണ്. കാരണം അത്രയും നമുക്ക് എഫേർട്ട് വരുന്നുണ്ട്. ഓക്കെ, ഉദാഹരണമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഏരിയകളൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കണം. ഏത് പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണെങ്കിലും ഉറപ്പായിട്ട് PSC ഈ ചാപ്റ്ററുകൾ പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ പോകൂ. ഉറപ്പുള്ള റാങ്ക് തീരുമാനിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ ഈ ഭാഗങ്ങളിൽ നിന്നുണ്ടാകും, ഉറപ്പ്. ഒന്ന് നമ്മൾ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? സാമൂഹ്യ ശാസ്ത്രത്തിലെ ക്ലാസ് 9ാം ക്ലാസ്സിലെ ഭാഗം 2ന്റെ അകത്തുള്ള പാഠം 7ാം ക്ലാസ്സിൽ നോക്കണം. ഏഴാമത്തെ പാഠം 7ാം ക്ലാസ് അല്ല, ക്ലാസ് 9ാം ക്ലാസ്സിലെ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ PSCയുടെ സിലബസിലുണ്ട്. സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 ക്ലാസ് 7ാം ക്ലാസ്, യെസ്, പാഠം 8ാം ക്ലാസ് ഓർത്തിരിക്കുക. 2 അതായത് 2 പാഠം ഉണ്ട് കേട്ടോ. ഭാഗം 1 ഭാഗം 2 ഉണ്ട്. അതിൽ പാഠം 8 നവകേരള സൃഷ്ടിക്കായി. അടുത്തത് സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഭാഗം 1 പാഠം 2 7ാം ക്ലാസ്സിലുള്ളത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇവിടെ കച്ചവടത്തിന് വന്നിട്ട് അധികാരത്തിലേക്ക് വന്നവരെ കുറിച്ച്. കേരള സാമൂഹ്യ ശാസ്ത്രം 1ാമത്തെ ഭാഗം 7ാമത്തെ ക്ലാസ് ഭാഗം 2 പാഠം 8 കേരളം ആധുനികതയിലേക്ക്. ഇതൊക്കെ നിങ്ങൾ എവിടെ നോക്കിയാൽ മതി? സിലബസിൽ നോക്കിക്കും. ഈ പ്രാവശ്യം വന്നിരിക്കുന്ന പ്രിലിമിനറി സിലബസിലുണ്ടല്ലോ. ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ആദ്യം പറയുന്നത് എന്താണ് പറയുന്നത്? സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ക്ലാസ് 6 പാഠം 2 മധ്യകാല ഇന്ത്യയും സമൂഹ വിനിമയവും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഉണ്ട്. ഇനി നമുക്കറിയാം 7ാമത്തെ ക്ലാസ് പാഠം 7 മധ്യകാല ഇന്ത്യയും കലയും സാഹിത്യവും. 7ാമത്തെ ക്ലാസ് പാഠം 3 ചെറുത്തുനിൽപ്പും 1ാം സ്വാതന്ത്ര്യ സമരവും. സാമൂഹ്യ ശാസ്ത്രം ഭാഗം 1 ക്ലാസ് 9 മധ്യകാല ഇന്ത്യയും രാജ്യസങ്കല്പ രീതിയും. ഇത്ര മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഈ സെഷനിൽ ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ. ഇത് നമ്മൾ ഇപ്പം നോക്കണ്ട. ഓക്കെ, അപ്പം അത്രയും ഏരിയകൾ നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാ പരീക്ഷകളും പഠിച്ചിരിക്കണം. ഇതിന്റെ PDF കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ ടെലഗ്രാം ചാനലിൽ ഞാൻ PDF ഇട്ട് തരാം. ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ PDF ആയിട്ട് ഞാൻ ഇട്ട് തരാം. ആദ്യം നിങ്ങൾ ഇന്നത്തെ ഈ ടൈം ടേബിൾ കേൾക്കുന്ന നാളത്തെ ദിവസം നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറഞ്ഞേക്കണം? നിങ്ങൾ പഠിക്കേണ്ട ഭാഗം ഇന്ത്യൻ സമൂഹ അല്ലെങ്കിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ. ഇല്ല, ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ട് എവിടെയാണോ നിൽക്കുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇന്ത്യയുടെ സ്ഥാനം എവിടെ, വലിപ്പത്തിന്റെ സ്ഥാനത്ത് എവിടെ, അങ്ങനെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ബേസിക് നോളജ് പഠിക്കാം. ഒരുപാടൊന്നും വേണ്ട. ശാസ്ത്ര സാങ്കേതിക വിദ്യ, കറണ്ട് അഫയേഴ്സിന്റെ അകത്ത് നിങ്ങൾക്ക് 3 ടോപ്പിക്കുകളാണ് തന്നിട്ടുള്ളത്. ഗഗൻയാന്, കലംസാറ്റ് V2, മിഷൻ ശക്തി. ഈ 3 ടോപ്പിക്കുകൾ എന്ത് ചെയ്യണം? നിങ്ങൾ നാളത്തേക്ക് പഠിക്കണം. ഒരുപാടൊന്നുമില്ല, കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. 5ഓ 6ഓ പോയിന്റുകൾ മാത്രമേ വരുന്നുള്ളൂ. അടുത്തത് കലാ സാഹിത്യം സാംസ്കാരികം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ വരുന്നത് 2019ഉം 2020ലെയും പത്മ അവാർഡ് ഒന്ന് പഠിച്ചിരിക്കാം. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് പേര്. സാമ്പത്തിക മേഖല, എക്കണോമിക്സ് എന്ന് പറയുന്ന മേഖല, ആ മേഖലയുടെ അകത്ത് നമുക്കറിയാം യൂണിയൻ ബഡ്ജറ്റ് ഉണ്ട്. 2020ഉം 2021ലെയും പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. യൂണിയൻ ബഡ്ജറ്റ് ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പ്രധാന പോയിന്റുകൾ നിങ്ങൾക്ക് യൂണിയൻ ബഡ്ജറ്റിൽ കിട്ടും. ഓക്കെ, പ്രധാന പോയിന്റുകൾ യൂണിയൻ ബഡ്ജറ്റ് കിട്ടും, അത് ഓർത്തിരിക്കുക. കായിക മേഖല നമ്മൾ പറഞ്ഞു, സ്പോർട്സിന്റെ അകത്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ മേഖല നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ നാളെ പഠിക്കണം നിർബന്ധമില്ല. ഞാൻ ഓൾറെഡി ഒരു സ്പോർട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നാഷണൽ സ്പോർട്സ് അവാർഡ് ആർക്കൊക്കെ കിട്ടിയ 2020. 1ാം സ്വാതന്ത്ര്യ സമരം. 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ അകത്ത് നമ്മൾ നോക്കണം. 1ാം സ്വാതന്ത്ര്യ സമരം ദത്താവകാശ നിരോധന നിയമം, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858.
അപ്പൊ ഇത്ര ഏരിയ ആണ് എന്ത് ചെയ്തിട്ടുള്ളത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ നോക്കേണ്ടത്. അടുത്തത് ദേശീയ പ്രസ്ഥാനം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ആ ദേശീയ പ്രസ്ഥാനത്തെ കുറിച്ച് നോക്കുക. കാണാതെ പഠിക്കാൻ ഞാൻ പറയുന്നില്ല, പോയിന്റുകൾ നോക്കുക, അണ്ടർലൈൻ ചെയ്യുക, വായിക്കുക വായിക്കുക വായിക്കുക. ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ അകത്ത് 2 പോയിന്റുകളാണ് മൗലികാവകാശങ്ങൾ, വിവരാവകാശ നിയമം. ഓക്കെ, ഞാൻ തന്നെ എടുത്ത ക്ലാസ് ഉണ്ട്, അതൊന്ന് കാണുക. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇന്ത്യയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജോഗ്രഫി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നോക്കണ്ട. മാത്സിന്റെ അകത്ത് നിങ്ങൾ നോക്കേണ്ടത് ഏതാണ്? ലഘു ഗുണിത അല്ലെ, ലസാഗു ഉസാഗു എന്ന് പറയുന്ന ഭാഗം. ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ പദസമ്പത്ത് ഇല്ലേ, നമ്മളുടെ ഇംഗ്ലീഷിന്റെ അകത്തുള്ള പദസമ്പത്ത് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വൊക്കാബുലറിയും കൂട്ടുക. വൊക്കാബുലറി ഡിഗ്രി ലെവൽ പരീക്ഷ ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്ന് സിവിക്സും IT കൂടിയും കൂട്ടുക. സിവിക്സ് IT കൂടി എന്ത് ചെയ്യാം, ഒന്ന് കൂട്ടുക. വൊക്കാബുലറി ഉള്ളവർ എന്ത് ചെയ്യുക, വൊക്കാബുലറിയും അതുപോലെ തന്നെ IT കൂടി എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കൂട്ടുക. മനസ്സിലായില്ലേ? ഇതാണ് നാളത്തേക്ക് നിങ്ങൾ പഠിക്കേണ്ട ടൈം ടേബിൾ. ഒന്ന് നിങ്ങൾ സമയം ആദ്യം ഞാൻ പറഞ്ഞുതരാം, നെഗറ്റീവായിട്ടുള്ള കമന്റുകൾ പറയരുത്. അങ്ങനെയുള്ളവർ പഠിക്കണ്ട. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാലോ, സാറേ ടൈം കൂടുതലാണ്, സാറേ ഇതിൻ്റെ അകത്ത് ഒരുപാട് പോർഷൻസുകൾ ഉണ്ട്, അത്രയും ടൈം കിട്ടില്ല. ഈ കാര്യങ്ങൾ പറയുന്നവർ ദയവ് ചെയ്തിട്ട് പഠിക്കണം. സിമ്പിൾ കാര്യമല്ലേ? അല്ലാത്തവർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളെ ടൈമിനനുസരിച്ച് നോക്കിയാൽ മതി. കാണാതെ പഠിക്കാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല, വായിച്ചു നോക്കുക. PSC എന്ന് പറയുന്നത് 4 ഓപ്ഷൻസുകൾ തന്നിട്ടില്ലേ, ABCD. ഇതിൽ ഏതാണ് ബെറ്റർ എന്നത് നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ. PSC ഒരിക്കലും നിങ്ങളോട് കാണാതെ പഠിച്ചിട്ട് പോകാൻ വേണ്ടി പറയുന്നില്ല, ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളോട് പറയുന്നത് എന്താണ്, ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ A ആണോ, B ആണോ, C ആണോ, D ആണോ, ഈ 4 എണ്ണത്തിൽ ഏതാണ് നല്ലത് അത് നിങ്ങളോട് പബ്ലിക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എങ്ങനെയാണ് മനസ്സിലാവുക, 4 ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലേക്ക് ഓർമ്മ വരണം ഏതാണ് കറക്റ്റ് ഏതാണ് റോങ് എന്നുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? റിവിഷൻ റിവിഷൻ റിവിഷൻ. ഈ പ്രാവശ്യം നിങ്ങളൊന്ന് ഞാൻ പറയുന്ന രീതിയിൽ ഒരാഴ്ച നിങ്ങളൊന്ന് പഠിച്ചു നോക്കിയാ ഓക്കെ, നിങ്ങൾ ഇതിന്റെ മാക്സിമം റെസ്പോൺസിനനുസരിച്ച് എത്ര പേര് കമന്റ് ചെയ്യുന്നു, എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട്, എത്ര പേര് വ്യൂസ് ഉള്ളതിന്റെ അനുസരിച്ച് മാത്രമേ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇടൂ. ഓക്കെ, അപ്പം ഓരോ ഭാഗങ്ങളിലും നിങ്ങൾ പഠിക്കേണ്ട ടെക്സ്റ്റ് ബുക്കുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരും. ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ അത് എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് PDF ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണം. വായിച്ചു നോക്കണം, വായിച്ചു നോക്കുക, വായിച്ചു നോക്കുക, ഇത് മാത്രം നിങ്ങൾ ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ടൈം ടേബിൾ പ്രകാരം ഒന്ന് പഠിച്ചു നോക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പഠിക്കാൻ റെഡി അല്ലേ നിങ്ങൾ ഓരോരുത്തരും? റെഡി അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അൺഅക്കാദമിയെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാം. ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ അവസാനത്തേക്ക് വെച്ചിരിക്കുകയാണ്. ഇന്ത്യ തന്നെയുള്ള ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ് അൺഅക്കാദമി എന്ന് പറയുന്നത് അല്ലെ. കേരള PSCക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യ തന്നെ ലാർജസ്റ്റ് ലേണിംഗ് ആപ്പാണ്. ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആണ്. എന്താണ് ഇപ്പം നമ്മുടെ 60 ഡേയ്സിന്റെ ബാച്ച് കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ. യെസ്. അപ്പം 19-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 60 ദിവസത്തേക്കുള്ള ബാച്ച് കോഴ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നീട് നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള 20-ാം തീയതി മെയിൻ ആണ് ആരംഭിച്ചിട്ടുള്ളത്, അതും കൂടി ഓർത്തിരിക്കുക. പിന്നീട് നമുക്കറിയാം ജേതാവ് എന്ന് പറഞ്ഞിട്ട് LDC മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ബാച്ച് കോഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 100 ദിവസം ടൈം ടേബിൾ പ്രകാരം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്ന എങ്ങനെയാണ്, ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ഉണ്ടാക്കണോ? വേണ്ട, ഓൾറെഡി എടുത്തിരിക്കുന്ന ടൈം ടേബിൾ ഉണ്ട്. അവർ 100 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് തരും. ക്ലാസ് കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രൈ. ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഒറ്റ പ്രാവശ്യം. ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് HSC ടെക്സ്റ്റ് സീരീസുകളുണ്ട് ഇല്ലേ. നമ്മൾ എന്തുകൊണ്ടാണ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സിന്റെ അടുത്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് എക്സാമിന്റെ പ്രിപ്പറേഷൻ, ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലാണ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കുള്ളൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങൾ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് 1 ഇയർ പ്ലസ് 2 എന്ന് ഓർത്തിരിക്കും അല്ലേ. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കോംബോ ഓഫർ ആയിട്ട് കിട്ടുന്നുണ്ട്. 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഓർത്തിരിക്കുക, ഏതാണ് ഓർത്തിരിക്കേണ്ടത്? 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം. നിങ്ങൾ എന്റെ റെഫറൽ കോഡ് മറന്നു പോകേണ്ട. റെഫറൽ കോഡ് ഞാൻ പറഞ്ഞു തരാം. ഏതാണ്? ഫെബിൻ, FEBIN MK എന്നുള്ള റെഫറൽ കോഡ് നിങ്ങൾ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 10% നിങ്ങൾക്ക് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയി ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ 2ാം പാർട്ട് ആവശ്യമുണ്ടെങ്കിൽ, നാളെ ആവശ്യമുണ്ടെങ്കിൽ ഇന്ന് കമന്റ് ചെയ്യണം. ഇന്ന് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. എല്ലാവരും വരട്ടെ. ഇതിന്റെ വ്യൂസും പെർഫോമൻസ് അനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് 1 മാസം അതല്ലെങ്കിൽ 2 മാസത്തേക്കുള്ള ഫുൾ ടൈം ടേബിൾ ഞാൻ തരുന്നതാണ്. ഓക്കെ, അപ്പം ആദ്യമേ നോക്കിയിരിക്കുക. ഇതിന്റെ ഫുൾ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഞാൻ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഇടുക കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കമന്റ് ചെയ്യണം, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, എല്ലാവരും ഷാർട്സും കാര്യങ്ങളും ചെയ്യുക, എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ടും രേഖപ്പെടുത്തുക. ഓക്കെ.